അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു റമദാനിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന സമയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന പല ഹദീസുകളിൽ നിന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. റമദാൻ പുലരിയിലൂടെ തന്നെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ ഡിസ്കസ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശദ്ദ മിഅ്സറഹു, ഉടുമുണ്ട് മുറുക്കി ഉടുക്കും, നല്ല രൂപത്തിൽ ഒരുക്കം നടത്തും എന്നർത്ഥം. അതേപോലെ തന്നെ വഅഹിയാലൈലഹു, അദ്ദേഹത്തിൻ്റെ രാത്രികളെ സജീവമാക്കും. വഅയ്ഖല അഹ്ലഹു, തൻ്റെ കുടുംബങ്ങളെ മുഴുവനും വിളിച്ചുണർത്തും. ഇങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം വളരെ കൃത്യമാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ആളും മനുഷ്യനും ഒക്കെ ശാന്തമായ ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ വസ്തുക്കളൊക്കെ ശാന്തമായി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേക സൗണ്ടുകളൊന്നുമില്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ പടച്ചോനോട് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കുക. അത് നമ്മുടെ നമസ്കാരങ്ങളിലൂടെ ആകാം, അതല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണത്തിലൂടെയും ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും ഒക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപക്കറകളെ കഴുകിക്കളയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയമാണ്. അത് ദിനേന എന്നോണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനം തേടലാണ്. അത് തേടലാണെങ്കിൽ തൗബ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അഥവാ അത് പടച്ചോനിലേക്ക് നമ്മളങ്ങോട്ട് മടങ്ങി ചെല്ലുകയാണ്. ഇസ്തിഗ്ഫാർ പോലെയല്ല തൗബ എന്ന് പറഞ്ഞാൽ. രണ്ടും ഒരേ രൂപത്തിൽ ഉപയോഗിക്കും. നമ്മൾ ഈമാനും ഇസ്ലാമൊക്കെ ഒരേപോലെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് ഉപയോഗിക്കും. പക്ഷെ രണ്ടിനും വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ഒരു ദിവസം 70-ലധികം തവണ ചെല്ലുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അതേപോലെ തന്നെ അതിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ ആയിട്ടുള്ള അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന ദിക്റുകളൊക്കെ നമുക്ക് ചെല്ലാം, പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിർവഹിക്കാം. എന്നാൽ ഒരാള് ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അതിനാണ് തൗബ എന്ന് പറയാം. അപ്പൊ ആ തൗബ ഒരു വ്യക്തി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യേണ്ടി വരിക. ഒന്ന്, അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുമായി മാത്രം കണക്ഷനുള്ള കാര്യങ്ങളിൽ വന്ന വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരും. എനിക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ ഇല്ലാതെ പോയതിൻ്റെ പേരിൽ, നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വീഴ്ചകളുടെ പേരിൽ, ഇങ്ങനെ ഓരോ ആരാധനകളുടെ കാര്യമാണെങ്കിലും പടച്ചോൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുമായിട്ട് മാത്രം കണക്റ്റ് ആകുന്ന കാര്യങ്ങൾ, ഞാൻ ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയണില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റിലേഷൻ ഉണ്ടാവുകയും നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ കാര്യം ഒരു വിഷയമായിട്ട് വരുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിൽ മറ്റു പല ആളുകളും അവകാശികളായിട്ട് കടന്നു വരുന്നു. മറ്റു പല ആൾക്കാരുടെയും കൂടി നമ്മളോടുള്ള സമീപനം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പടച്ചോൻ്റെ മുമ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നതായ വിഷയങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ ആ മനുഷ്യന്മാരുടെ കൂടി പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളെ എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ ഈ മനുഷ്യന്മാർ കാരണം നമുക്ക് പടച്ചോൻ്റെ അടുത്ത് പരിഗണന കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും. അള്ളാഹു വദൂദാണ്, ഗഫൂറാണ്, റഹീമാണ്. എന്നാൽ ഈ പടപ്പുകൾക്ക് കൂടി അവസരമുള്ള വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം.
കാരണം അതിൽ ഈ റഹീമും ഗഫൂറും വദൂദൊന്നും അല്ലാത്ത പടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വിഷയങ്ങൾ പ്രിയപ്പെട്ടു. ഞാനും നിങ്ങളൊക്കെ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഭാര്യമാരെ സംശയിക്കുന്ന അവസ്ഥ ഉള്ള എത്രയോ ഭർത്താക്കന്മാരില്ലേ. ഭാര്യമാര് അതിൻ്റെ പേരിൽ വേദനിച്ചുകൊണ്ടിരിക്കുക, ഭർത്താവ് എന്നെ സംശയിക്കുന്നു, ഇനി ഞാൻ എന്തു ചെയ്യും? അങ്ങനെ വേദനിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്ന ഒരുപാട് ആൾക്കാർ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നു. ഒരു ഭാഗത്ത് ആ മക്കളെ കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടങ്ങൾ കടിച്ചമർത്തി അങ്ങനെ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് അങ്ങനെ പോവുകയാണ്. പടച്ചോൻ പരലോകത്ത് നിന്ന് നമുക്ക് നല്ല സുഖജീവിതം നൽകിക്കോളും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരെന്നെ നല്ല തൗഹീദുള്ള മുവഹിദുകളായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ സമൂഹം വിലയിരുത്തുന്ന ആൾക്കാരെ പെരയിൽ നടക്കുന്ന വിഷയങ്ങൾ പലതും നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനുഭവങ്ങൾ പലരും അയവിറക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണിത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അള്ളാഹു മാത്രം ഇടപെടുന്നതല്ലാത്ത ചില ഏരിയകൾ നമ്മുടെ ജീവിതത്തിൽ തൗബ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അത് ആർക്കാണോ നമ്മളിൽ നിന്ന് വേദന അനുഭവപ്പെട്ടത് അവരോട് പൊരുത്തപ്പെടിക്കാതെ അവരെ കാര്യമായി മനസ്സിലാക്കാതെ ഒരു രക്ഷയില്ല. അള്ളാഹ് പുറത്തു തരൂല. അള്ളാഹ് പുറത്തു തരാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കാര്യങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ മഹത്തരമായിട്ടുള്ളൊരു ബന്ധമാണ്. എല്ലാ രഹസ്യങ്ങളും നമ്മൾ പങ്കുവെക്കുന്നതായ ബന്ധമാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖിത്ബത്തൊക്കെ നടത്തുന്ന സമയത്ത്, കല്യാണാലോചനയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവരതൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടേതായിട്ടുള്ള രഹസ്യബന്ധങ്ങളെ ഒക്കെ ഇല്ലാതാക്കിയിട്ട് ആണ് അവർ നമ്മളെ കൂടെ വരാമെന്ന് തീരുമാനിക്കുകയും ആ നിലക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എങ്കിൽ മുമ്പങ്ങോണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലൊരു അഫയറിൻ്റെ പേരിൽ അവരങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എല്ലാ സമയത്തും അതിൻ്റെ പ്രഹരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശരിയല്ല ഈ നിലപാട്. നമ്മൾ അന്വേഷണം ഒക്കെ ക്ലിയറായി നമ്മൾ കല്യാണം കഴിച്ച് മഹറൊക്കെ കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ വിശ്വസിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? എന്നാൽ അവളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്? പ്രത്യേകം തെറ്റിപ്പോകുന്നുണ്ടോ, മറ്റു മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അവൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ യഥാവിധി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. എന്നിട്ടും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നടപടികളിലേക്ക് പിന്നെ നീങ്ങാം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് മറ്റൊരു വിഷയമായിട്ട് പറയാം. ഞാനിപ്പോൾ തൗബയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞ അനുഭവങ്ങൾ കൂടി ചേർത്തി അതൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരാളുടെയും ഭാര്യയെയോ അല്ലെങ്കിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെയോ ഒന്നും സംശയത്തോടു കൂടി നോക്കി മുന്നോട്ട് പോകരുത്. അത് ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചെറുതാവൂല. ഇനി മക്കളൊന്നുമില്ലാതെ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മക്കളുണ്ടാകുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ അല്ലേ, നിനക്ക് ഇന്ന ബന്ധത്തിൽ നിന്നാണ് ഈ മക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്, എൻ്റെ കുട്ടിയല്ല അത് എന്ന് പറയാം. എന്നിട്ട് ഒന്നാമത്തെ കുട്ടി ഉണ്ടായതിന് ശേഷം പിന്നെയും കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അവർ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണതിൻ്റെ അടിയിൽ തന്നെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നെയും അടുത്ത കുട്ടി ഉണ്ടാകുന്നു. അടുത്ത കുട്ടി ഉണ്ടാകുമ്പോഴും പറയുന്നു മറ്റൊരാളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്നാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത്. എന്ത് സുഖമാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിനുള്ളത്. എത്ര വലിയ മികച്ച പ്രവർത്തകരാണെന്നും പള്ളിക്ക് സംഭാവന കൊടുക്കുന്നവരാണെന്നും ബാക്കി കാര്യങ്ങൾ നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാണിനെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്?
ഒരാണിനെ വിലയിരുത്തേണ്ടത് തൻ്റെ പെണ്ണിൻ്റെ അടുക്കൽ ആ ആണിന് വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. എൻ്റെ ഇണ എന്നെ പറ്റിയിട്ട് മറ്റൊരാളോടും കുറ്റം പറയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് എനിക്ക് പറയാം. കാരണം എന്താ, അവൾക്ക് ഞാനും അവളും തമ്മിലുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. നമ്മൾ ടൈം കൊടുക്കാൻ പറ്റാത്തതും നമ്മുടേതായിട്ടുള്ള ബിസി ഷെഡ്യൂളും ഒക്കെ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയിട്ട് പരമാവധി എല്ലാം ഒത്തുചേർത്ത് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം. എല്ലാ ബാധ്യതകളും അവകാശങ്ങളും കരാറുകളും ഒക്കെ നമ്മൾ പൂർത്തീകരിക്കണം. മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ട് അതിലൊക്കെ വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും ഒരു പെണ്ണ് നമ്മൾ കെട്ടിയ പെണ്ണ് അല്ലേ, ഞാൻ എന്ന ഭർത്താവിൻ്റെ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഇണയായിട്ടുള്ള എൻ്റെ പെണ്ണ് എന്നെ പറ്റിയിട്ട് ബാക്കിയുള്ള ആളുകളോട് എങ്ങനെ അഭിപ്രായം പറയുന്നു, അവൾക്ക് മൊത്തത്തിൽ എന്നെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്, ഇൻഡിവിജ്വലായിട്ട് എന്താണ്, ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോലും വിലയിരുത്തേണ്ടത്. എന്നിട്ട് നമ്മളെ ഭാര്യമാരെ പറ്റി പറയാം ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ സംശയത്തിൻ്റെ മുനയിൽ ഇങ്ങനെ ഓരോ നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മനസ്സമാധാനം അവർക്കുണ്ടോ? ഈ ആളുകൾ നമുക്ക് പുറത്തു തരാതെ നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാഹ് പുറത്തു തരുമോ? നമ്മൾ ചെയ്തൊരു വലിയ പാപമാണ് ഇതന്നെ, ഈ കാര്യം തന്നെ. നമ്മളെ കൂടെ അങ്ങനെ ജീവിക്കുന്ന ആളെ നരകിപ്പിച്ച് അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ എല്ലാ സമയത്തും വീട്ടിൻ്റെ അകത്തളങ്ങളിൽ പോലും CCTV ക്യാമറ ബന്ധിച്ച് അവരങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന നമ്മുടെ ആ ഒരു പ്രത്യേക വ്യഗ്രത ഉണ്ടല്ലോ, ഇതൊന്നും പടച്ചോൻ്റെ അടുത്ത് വില പോകൂല, അല്ലാഹ് പുറത്തു തരൂല. അത് ഒരാളുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കുക, കൂടെ കിടക്കുന്ന ഇണയുടെ മനസ്സ് വേദനിപ്പിക്കുക. ഒരുപക്ഷെ ഭർത്താവ് വിദേശത്തായിരിക്കും ഉണ്ടാകുക, എന്നാൽ വിദേശത്ത് ഇരിക്കുന്ന ആ ഭർത്താവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പക ആലോചിച്ചിട്ട് അല്ലെ, എന്ത് പകയാണ്, ഭാര്യയെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആ പക ഉണ്ടല്ലോ, ആ പക ആലോചിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ പെണ്ണിന് മരിക്കണത് വരെ വല്ല സമാധാനമുണ്ടോ? ഒരാളോട് മാന്യമായിട്ടൊന്ന് പെരുമാറാൻ, വസ്ത്രവും കാര്യങ്ങളൊക്കെ പക്കയാക്കിയിട്ട് നമുക്ക് വീട്ടിൽ വരുന്ന ഒരാളോട് സംസാരിക്കാലോ, കൊഞ്ചിക്കൊഴയാന്നാ പോരെ. ബാക്കി അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ പോലും സഹാബ വനിതകൾ ഒക്കെ സംസാരിച്ചതിന് തെളിവുകളും പാടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അതിലൊക്കെ ഒരു ദുഷ്ടക്കണ്ണോടുകൂടി കാണുക എന്ന് പറയുന്നത് എത്രമാത്രം മോശമാണ്. അതിൻ്റെ പേരിൽ അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്തതായിട്ട് മാറൂലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ വിഷയം നമുക്ക് മറ്റൊരു ഭാഗത്ത് വിശദമായി സംസാരിക്കാം. ഞാൻ പറയുന്നത്, നമ്മൾക്ക് തൗബ അള്ളാഹു തരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി. പടച്ചോനെ പറ്റിപ്പോയി എന്നുള്ള നിലക്ക് ആത്മാർത്ഥമായ ഖേദം, അന്നദുമു തൗബ എന്നാണ്, ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. പടച്ചോനെ ചെയ്തു പോയതിലുള്ള ആ ഒരു തെറ്റിൻ്റെ കുറ്റബോധം ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവണം. രണ്ടാമത്തത്, നമ്മൾ ആ ചെയ്ത തെറ്റിനെ വേരോടെ പിഴുതെറിയണം. ഇക്ലാ ഉദ്ദംബ് എന്ന് പറയും. ഇനി എന്താണ്, അത് മുഴുവനായിട്ട് പിഴുതെറിഞ്ഞിട്ട് ഇനി അതിലേക്കില്ല. നമ്മൾ പലിശ ആവട്ടെ, അതല്ലെങ്കിൽ വേറെ സക്കാത്ത് കൊടുക്കാത്ത അവസ്ഥയാകട്ടെ, അതൊക്കെ നമ്മൾ പരിഹരിക്കണം. ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നുണ്ടെങ്കിൽ, ഭാര്യയെ സംശയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സംശയം ഒഴിവാക്കണം. ഭർത്താവിനെ സംശയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സംശയം ഒഴിവാക്കണം. അതേപോലെ പരസ്പരം ഈബത്തും നമീമത്തും ഒക്കെ പറയണം. അത് പാടെന്ത് ചെയ്യണം, വേരോടെ പിഴുതെറിയണം. നമ്മൾ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ലത്. എന്നാലും നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നീറി കഴിയുന്നുണ്ടാകും അല്ലേ, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന 1, 2, 3, 4 അല്ല, ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എല്ലാവരും ഇങ്ങനെ പുറത്തിങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷവും ആ ഒരു സൗന്ദര്യമൊന്നും ഉള്ളിലേക്ക് ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെ തൗബയെ ബാധിക്കുന്ന വിഷയമായിട്ട് കാണണം നമ്മൾ. അപ്പോൾ പരിഹരിക്കേണ്ട ആൾക്കാരായിട്ട് പരിഹരിക്കണം. പിന്നെന്ത് ചെയ്യണം, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് പോകൂല.
ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് പോകൂലെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അല്ലേ, അള്ളാഹുവിനെ കുറിച്ചിട്ട് ഓർമ്മ വരുന്നതോടുകൂടി ഇസ്തിഗ്ഫാറിലേക്ക് വരികയാണ്, തൗബയിലേക്കൊക്കെ വരികയാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് പിന്നെ അവരതിൽ ഷടിച്ചു നിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഒരു അവസരം നമ്മുടെ തൗബയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന തൗബ അള്ളാഹ് സ്വീകരിക്കണ്ടേ? അള്ളാഹ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ സൂറത്തുൻ നിസായിലെ 17-18 വചനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തി നോക്കേണ്ടതുണ്ട്. ആരുടെ തൗബ അള്ളാഹ്ക്ക് ആവശ്യമുള്ളത് എന്ന് സൂറത്തുൻ നിസായിലെ 17-ാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൗബയായി ഒരാളുടെ തൗബ മാറണം എങ്കിൽ ആ തൗബക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു മാനദണ്ഡമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അയാൾ എന്ത് ചെയ്യണം? തൗബയിലേക്ക് കടന്നു വരണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. നിങ്ങൾ നസൂഹായ തൗബ നടത്തണം എന്ന് അള്ളാഹു അവിടെയൊക്കെ പ്രയോഗിച്ച വാക്കിന് പോലുള്ളൊരു മാധുര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് പ്രിയപ്പെട്ടവരെ. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാ ഞാനും നിങ്ങളൊക്കെ. നമുക്ക് എന്തുണ്ട് പടച്ചോന്റെ മുമ്പിലെത്തുമ്പോൾ എന്ത് ന്യായീകരണം പറയാനുണ്ട്? ഇവിടെ നമ്മൾ ഒരാളോട് തെറ്റി പിണങ്ങി അയാളുടെ മുമ്പിൽ പോയിട്ട് മാപ്പാക്കണട്ടോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നഷ്ടപ്പെടാനുള്ളത്? നമ്മൾ വാപ്പാനോടും ഉമ്മാനോടൊക്കെ ചെയ്തു പോയ കുറേ തെറ്റുകളുണ്ടാവും, പറയാൻ പറ്റാത്തത് കുറേ പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മ വാപ്പ നിങ്ങളതൊക്കെ പുറത്ത് തരണട്ടോ, പരലോകത്ത് ഓർത്തിട്ട് പുറത്ത് തരണട്ടോ എന്ന് പറയുമ്പോൾ അതിന് എന്ത് നഷ്ടമാണ് നമുക്ക് വരാനുള്ളത്? ആ നിലക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ ജഹാലത്തോണ്ടുണ്ടായ തെറ്റായിരിക്കണം, അറിവില്ലായ്മ കൊണ്ട് വന്ന തെറ്റായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ തെറ്റ് ചെയ്തോലെ പാപങ്ങൾ മാത്രമാണ് അവരുടെ തൗബയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. ഇനി തൗബ സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അതാരാന്ന് നിങ്ങൾ? ഇതിന്റെ തൊട്ട് താഴെയുള്ള സൂറത്തു നിസായിലെ 18-ാമത്തെ വചനത്തിൽ പറയാം, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ തൗബ അല്ലാഹു വേണ്ട. ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൻ. എപ്പോൾ തൗബ ചെയ്യുന്നവരാണവർ? അവര് മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത്, മലക്കുൽ മൗത്ത് കടന്നു വരുന്നതായ സമയത്ത് എന്ത് ചെയ്യാണ്? ഇന്നി തുബ്തു അൻ, ഞാനിതാ തൗബ നടത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും തൗബ നടത്തും. പിന്നെ ആമൻതു ബിറബ്ബി മൂസ എന്ന് ഫിർഔൻ പോലും പറഞ്ഞില്ലേ, ഞാൻ മൂസായുടെ രക്ഷിതാവിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. അത് അവിടുന്ന് ബോധ്യപ്പെടുമ്പോഴുള്ള പറച്ചില. പക്ഷെ ഒരു വിശ്വാസിക്ക് അങ്ങനെ പോരാ. ഇനി മരണസമയത്ത് നടത്തുന്ന തൗബ ഏതുപോലെയെന്നറിയോ? വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദിനാ ലഹും അദാബൻ അലീമ. വേദനയേറിയ ശിക്ഷ ഒരുക്കപ്പെട്ട ആൾക്കാർ നടത്തുന്ന തൗബയെ പോലെയാണ്. അഥവാ ആ ശിക്ഷയാണ് അവർക്കും കിട്ടാൻ പോകുന്നത് മരണവേളയിൽ തൗബ നടത്തുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അശ്റുൽ അവാഹിറിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. ഈ റമദാൻ വന്നിട്ടും നമ്മുടെ പാപങ്ങളൊന്നും പൊറത്തിട്ടില്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്ന് അള്ളാഹിൻ്റെ റസൂല് മിമ്പർമ കയറുന്ന സമയത്ത് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എവിടെയുള്ളത് ഈ വിഷയത്തിലൊക്കെ എന്നുള്ളതിൻ്റെ ഒരു സൂക്ഷ്മമായ പരിശോധന നമുക്ക് വേണം. നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പരിശോധന ഈ സന്ദർഭത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ആവശ്യമുള്ള തൗബയായി തീരാൻ നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായ ഖേദമാണ്. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല എന്നുള്ള പ്രതിജ്ഞയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ചെയ്തുകൊണ്ടിരുന്ന പാപത്തെ വേരോടെ പിഴുതെറിഞ്ഞു കളയലുമാണ്.
അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാപം മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട പിണക്കവും കുടുംബഛിദ്രതകളും അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ ആണെങ്കിൽ അതൊക്കെ പാപമായി പലരും കാണില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് കാണാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും അല്ലാഹ് സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാകും. പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ പാപ്പരായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ റമദാൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പരിപൂർണമായും പടച്ചവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക.